ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അടിപൊളിയാണ്. കണ്ണൂർ തന്നെയാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരിയിലാണ്. തലശ്ശേരിയിൽ കുറേ ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിച്ച്, തലശ്ശേരി ദം ബിരിയാണി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മൾ ടൗണിൽ ആ ഒരു ഏരിയയ്ക്ക് കറങ്ങുകയാണ് കേട്ടോ. ടൗണിൽ കുറേ ബ്രാൻഡിൻ്റെ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയൊരു ടൗണാണ്. നമുക്ക് തല്ലുമാല ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനിലൊക്കെ പോകണം കേട്ടോ. അവിടെ കുറേ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗോപ്രോയിൽ അത്ര ലൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്നുകൂടെ പോകണം. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പോയത് സൺഡേ ആണ്. സൺഡേ അവിടെ അവിടെ ആ ഒരു അതിൻ്റെ ഉള്ളിൽ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാരും ജോലിക്കാരും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ ഒന്നും കൂടെ എന്തായാലും പോകണം. ഇന്നലെ പോയപ്പം അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു കൂടുതലും. പുറത്തുനിന്ന് വെച്ചാൽ കണ്ണൂരുള്ളവർ എന്നൊക്കെ തന്നെയാണ്. പക്ഷേ അതല്ല, മാർക്കറ്റിൽ അവിടെ ജോലി ചെയ്യുന്നവരും അവിടുത്തെ ഷോപ്പിൻ്റെ അവരൊന്നും ഇല്ലായിരുന്നു. അപ്പം അവർക്ക് കൂടെ വേണ്ടി ഒന്നുകൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വേണം നമുക്ക് വേറെ റൂട്ടിലോട്ടൊക്കെ പോകാനായിട്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്ക് അവിടുന്ന് ഇതൊക്കെ തരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹത്തായ ചരിത്ര പൈതൃക വഴികൾ അടയാളപ്പെടുത്തുന്ന പാരമ്പര്യമുള്ള നാടാണ് തലശ്ശേരി. ഒരു കാലത്ത് തലശ്ശേരിയായിരുന്നു ഉത്തര മലബാറിന്റെ ഭരണവ്യാപാര കേന്ദ്രം. പ്രാചീന കാലം മുതൽ വിവിധ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധമുണ്ടായിരുന്ന നാട്. വൈദേശിക ആധിപത്യത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും ഇവിടെയുണ്ട്. നൂറ്റാണ്ടുകളുടെ വാണിജ്യ പാരമ്പര്യമുള്ള പാണ്ഡികശാലകൾ, ചരിത്രം നിറങ്ങുന്ന തലശ്ശേരി കോട്ട, സെന്റ് ആഗ്ലിക്കൻ ചർച്ച്, താഴെയങ്ങാടി, ജവഹർഘട്ട്, ജഗന്നാഥ ടെമ്പിൾ തുടങ്ങി തലശ്ശേരിയുടെ ഇന്നലകളിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി ഇടങ്ങളുള്ള പ്രദേശം. കേരളത്തിൽ ആദ്യ ക്രിക്കറ്റ് കളി നടന്ന ഇടം, സർക്കസിന്റെ ഈറ്റില്ലം, കേക്കിന്റെ സ്വന്തം നാട്, കളരിപ്പയറ്റ് പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന പ്രദേശം. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നാണ്. തലശ്ശേരി ദം ബിരിയാണിയുടെ നറുമണവും സ്വാദും ഇന്ന് കടലിനക്കരെ വരെ പ്രചാരം നേടിക്കഴിഞ്ഞു. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന തലശ്ശേരി മണ്ഡലം ഇന്ന് വികസന കുതിപ്പിന്റെ പാതയിലാണ്. തലശ്ശേരി മണ്ഡലത്തിൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ 1013.6 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. ഇതിനു പുറമെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി 1300 കോടി രൂപയുടെ പ്രവൃത്തി നടക്കുന്നു. ഉത്തര മലബാറുകാരുടെ ആശാകേന്ദ്രമായ മലബാർ ക്യാൻസർ സെന്റർ നവീകരണ പ്രവൃത്തി, തലശ്ശേരി കോടതി സമുച്ചയ നിർമ്മാണം, ഗുണ്ടട്ട് ബംഗ്ലാവ് മ്യൂസിയം ഉൾപ്പെടെയുള്ള പൈതൃക ടൂറിസം പദ്ധതികൾ, സ്കൂളുകളുടെ നവീകരണം, തീരദേശ റോഡുകളുടെ നവീകരണം, എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മാണം, തലശ്ശേരി സ്റ്റേഡിയം ഇങ്ങനെ നീളുന്നു മണ്ഡലത്തിലെ പ്രധാന പദ്ധതികളുടെ നിര. സമഗ്രമായ ക്യാൻസർ പരിചരണത്തിനൊപ്പം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഗവേഷണ പരിശീലന കേന്ദ്രമായി വികസിപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ 621 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. റേഡിയോ തെറാപ്പി ബ്ലോക്ക്, ശീതീകരിച്ച 34 OP മുറികൾ, റവല്യൂഷൻ റൂം തുടങ്ങിയ നിരവധി പ്രവൃത്തികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ജില്ലയിലെ കോടതികളുടെ ആസ്ഥാനമായ തലശ്ശേരിയിലെ ജില്ലാ കോടതിയുടെ കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി. 99% പ്രവൃത്തി ഇതിനോടകം പൂർത്തിയായി. 60 കോടി രൂപ ഉപയോഗിച്ച് വിശാലമായ ലൈബ്രറി, അഭിഭാഷകർക്കുള്ള വിശ്രമമുറി, റിക്രിയേഷൻ ക്ലബ്ബ്, വനിതാഭിഭാഷകർക്ക് പ്രത്യേക സൗകര്യം, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, ക്യാൻറ്റീൻ, കുടുംബ കോടതികളിലെത്തുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം, ജുഡീഷ്യൽ ഓഫീസർമാർക്കുള്ള ലൈബ്രറി കം ഓഡിറ്റോറിയം, കക്ഷികൾക്കും സാക്ഷികൾക്കും വിശ്രമിക്കാനുള്ള മുറികൾ, അമ്മമാർക്ക് മുലയൂട്ടാനുള്ള സൗകര്യം തുടങ്ങിയവയാണ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. 1794 വടക്കേ മലബാർ പ്രവിശ്യയുടെ ആസ്ഥാനമായ തലശ്ശേരിയിലും തെക്കേ മലബാർ പ്രവിശ്യയുടെ ആസ്ഥാനമായി ചെറുപ്പുളശ്ശേരിയിലും മധ്യഭാഗത്തിന്റെ ആസ്ഥാനമായി കോഴിക്കോടും പ്രത്യേക ജുഡീഷ്യൽ അധികാരം നൽകിക്കൊണ്ട് കോടതികൾ നിലവിൽ വന്നത്. വിനോദസഞ്ചാരികളെ മാടി വിളിക്കുന്ന നിരവധി പദ്ധതികൾ ടൂറിസം വകുപ്പിന്റെ കീഴിൽ തലശ്ശേരി യാഥാർത്ഥ്യമായി. ജർമ്മൻകാരനായ അക്ഷരസ്നേഹി ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിന്റെ സ്മരണകൾ തുടിക്കുന്ന തലശ്ശേരി നെട്ടൂർ ഇല്ലിക്കുന്നിലെ ഗുണ്ടട്ട് ബംഗ്ലാവ് ഡെവലപ്മെന്റ് ഓഫ് കമ്പോണൻസ് എന്ന സ്വപ്ന പദ്ധതി ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ജർമ്മനിയിലെ സർവകലാശാലകളുമായി ചേർന്ന് ഭാഷാ പഠനത്തിനും ഗവേഷണത്തിനും ഇവിടെ സൗകര്യമുണ്ട്. പഴയ ബംഗ്ലാവിന്റെ തനിമ നിലനിർത്തിയാണ് നവീകരണം പൂർത്തിയാക്കിയത്. ആംഗ്ലിക്കൻ ഗോതിക് വാസ്തുവിദ്യാശൈലിയുടെ മികച്ച ഉദാഹരണമായ തലശ്ശേരി സെന്റ് ജോർജ് ആംഗ്ലിക്കൻ ചർച്ച് 1.84 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ലോകപ്രശസ്ത കച്ചവട കേന്ദ്രമായിരുന്ന താഴെയങ്ങാടിക്ക്
തലശ്ശേരിയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ജഗന്നാഥ ക്ഷേത്ര ചിറനവീകരണം 1.85 കോടി രൂപയിൽ പൂർത്തിയാക്കി. ക്ഷേത്രത്തിന്റെ ഭാഗമായി നവോത്ഥാന മ്യൂസിയം നിർമ്മിക്കുന്നതിന് 5 കോടി രൂപയുടെ ഭരണാനുമതിയായി. മലനാട് റിവർ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ന്യൂമാഹ് ബോട്ട് ടെർമിനലിന്റെയും വാഹ്ബയുടെയും നിർമ്മാണ പ്രവൃത്തി 98% പൂർത്തിയായി. 5 കോടി രൂപയുടെ പ്രവൃത്തിയാണ് നടക്കുന്നത്. 1.75 കോടി രൂപ ചെലവിൽ പാർട്ടിക്കൽ ബോട്ട് ചിട്ടിയുടെ നിർമ്മാണവും 3 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കാക്കടവ് ബോട്ട് ചിട്ടി നടപ്പാതയുടെ നിർമ്മാണവും 95% പൂർത്തിയായി. ദേശീയപാത 66 വികസനത്തിലെ നാഴികക്കല്ലായ തലശ്ശേരി മാഹി ബൈപ്പാസ് പൂർത്തിയായി. ജില്ലയിലെ 5 റീച്ചുകളിൽ ആദ്യം പൂർത്തിയാകുന്ന റീച്ച് കൂടിയാണിത്. തലശ്ശേരി നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനായി 30 വർഷങ്ങൾക്ക് മുമ്പാണ് ബൈപ്പാസ് നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ 2017 സംസ്ഥാന സർക്കാരാണ് ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചത്. മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ 18.6 കിലോമീറ്റർ നീളമുള്ള തലശ്ശേരി മാഹി ബൈപ്പാസ് 1300 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ തലശ്ശേരി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും വൻ വികസന പദ്ധതികളാണ് യാഥാർത്ഥ്യമാക്കിയത്. ചിറക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 6 കോടി രൂപ ചെലവിൽ നവീകരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. മറ്റു 15 സ്കൂളുകളിലും നവീകരണ പ്രവൃത്തി നടത്തി. മണ്ഡലത്തിലുള്ള ആകെ 155 വിദ്യാലയങ്ങളിൽ എല്ലാ സ്കൂളുകളിലേക്കും MLA ഫണ്ട് ഉപയോഗിച്ച് ഡിജിറ്റൽ TV കൈമാറി. കൂടാതെ മണ്ഡലത്തിലെ എല്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും എല്ലാ ക്ലാസ് മുറികളിലേക്കും LED പ്രൊജക്ടറുകൾ കൈമാറി. 6.2 ഏക്കറിലുള്ള തലശ്ശേരി ജസ്റ്റിസ് BR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചു. വർഷങ്ങളുടെ പഴക്കമുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തി മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു. വികസനം വഴിമുട്ടിയ തലശ്ശേരി ജനറൽ ആശുപത്രി ഇവിടേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജലസേചന വകുപ്പിന് കീഴിൽ തലശ്ശേരി മണ്ഡലത്തിൽ ഇതിനോടകം 14 പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി. ചുക്ലി തെയ്യം കലാ അക്കാദമിക്ക് 5 കോടി രൂപയും പുണ്യത്തങ്കം കളരി മ്യൂസിയം അക്കാദമിക്കായി 8 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കൊടുവള്ളിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി കൊടുവള്ളി മേൽപ്പാല പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 3.7 കോടി രൂപ ചെലവിൽ തലശ്ശേരി തളായി ഫിംഗർ ജെട്ടി നിർമ്മാണം പൂർത്തിയായി. വികസനത്തിന്റെ പുതുഗാഥ രചിച്ച് മുന്നേറുകയാണ് തലശ്ശേരി നിയമ. നമ്മളിപ്പോൾ തലശ്ശേരി കടൽപ്പാലത്തിലാണ് കേട്ടോ. കടൽപ്പാലം ബീച്ചിലാണ്. അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഈവനിങ് സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ആൾക്കാരായിരിക്കും. അടിപൊളിയാണ് ഈ പാലം കാണാനായിട്ടൊക്കെ. പാലം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പാലം അവിടെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, ദ്രവിച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അതൊരു ഫോട്ടോ ഫ്രെയിം നല്ലതാണ് കേട്ടോ കാണാനായിട്ട്. ഓക്കെ, അവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഇപ്പം പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകും. ജസ്റ്റ് 1 മിനിറ്റ് നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലെ നമുക്ക് നല്ലോണം എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇന്നലെ ക്രൗഡ് ആയിരുന്നു. നമുക്ക് വണ്ടി എടുത്ത് എപ്പോഴും വേണമായിരുന്നു. ഇങ്ങോട്ടൊന്നും പോകാനോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെയൊക്കെ ഓരോ ഗോഡൗണും കാര്യങ്ങളൊക്കെയാണ്. പഴയ ആ സംഭവം അതേപോലെയാണ് കേട്ടോ. ഓടിട്ട ബിൽഡിങ്ങുകളും നല്ല ഫോട്ടോ ഫ്രെയിം. എങ്ങനെയുണ്ട് അവിടെ വ്യൂവും കാര്യങ്ങളൊക്കെ? അടിപൊളിയല്ലായിരുന്നോ? ഭയങ്കര ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തെടുത്ത് മരിക്കും. അമ്മാതിരി വിത്തി ഫുള്ള് ഓരോ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കിടിലം വൈബാണ് കേട്ടോ. അവിടെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഭയങ്കര കാമ കൂളായിട്ടുള്ളൊരു ഒരു ഒരു സ്പോട്ടാണ് കേട്ടോ. തലശ്ശേരിയിലെ മറ്റേ എന്താ പറയുക, ബ്രിഡ്ജ് പൊളിഞ്ഞു കിടക്കുന്ന പാലവും ബീച്ചും ആ സൈഡൊക്കെ അടിപൊളി വൈബാണ്. സൺഡേ ഒക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ്. കുറേ ഷോപ്പുകളും നമുക്ക് കുറേ ഫുഡുകളൊക്കെ കഴിക്കാം. തലശ്ശേരി ദം ബിരിയാണിയൊക്കെ കഴിക്കാം. പിന്നെ തലശ്ശേരിയിലെ സ്പെഷ്യൽ മേക്കിംഗ് ഒക്കെ കാണാം. കേക്കൊക്കെ കഴിക്കാം. അങ്ങനെ ഞാൻ കുറേ കഴിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ അടുത്തൊരു ബീച്ച് റോഡാണ്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ഇതാണ്. കൊച്ചു കൊച്ചു വീടുകളും അങ്ങനെയൊക്കെ കുറേ അതിലേക്കൂടെ ഒക്കെ നമ്മളിങ്ങനെ കറങ്ങിയായിരുന്നു. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. 2 സൈഡിലും ഇങ്ങനെ വീടുകളൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ മുറ്റമൊന്നുമില്ല കേട്ടോ. ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ കാലെടുത്ത് വെക്കുന്നത് റോഡിലാണ്. അങ്ങനത്തെ കുറേ കുഞ്ഞു വീടുകളൊക്കെ കാണാൻ പറ്റി. ഫുള്ളിങ്ങനെ ഓടൊക്കെ ഇട്ട് ഒരു പഴയ ആ ഒരു രീതിയിലൊക്കെ തന്നെയുള്ള കൊച്ചു വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. എന്നുവെച്ചാൽ ചില വീടുകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഓടിട്ട വീട് തന്നെ
രണ്ട് നിലയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്നില്ലേ, അങ്ങനത്തെ വീടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ഒരു ക്യൂട്ട് ലുക്കാണ്. ഇത് കണ്ടില്ലേ, പഴയ ആ ഒരു തെള്ളുവണ്ടിയാണ്. ഇതിന് നമ്മുടെ ഇവിടെ കാളവണ്ടി എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇതിന് കാള ഇങ്ങനെ കെട്ടിങ്ങനെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ വേറൊരു കോഴിക്കോടൊക്കെ ആ ഒരു അങ്ങാടി കുറേ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ചാക്കൊക്കെ കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ പലചരക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ ലോഡിങ്ങുകാരൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അവിടെ ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ പച്ചക്കറി കച്ചവടം ചെയ്യുന്നൊരു ചേട്ടനായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഇപ്പം ഇവിടെയൊക്കെ ഇപ്പം വേറെ വണ്ടികളൊക്കെ ഉണ്ട്, 4 വീലൊക്കെ സൈക്കിളിൻ്റെ ചക്രം വെച്ചിട്ടൊക്കെയുള്ള വണ്ടികളൊക്കെ, അതിലൊക്കെയാണ് ഉന്തുവണ്ടി ഒക്കെ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. പക്ഷേ ഇത് ആ ഒരു ഇത് കാണാനൊക്കെ പറ്റിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാനാണെങ്കിലേ നേരെ നമ്മൾ തലശ്ശേരിയിൽ നിന്ന് നേരെ വയനാട്ടിലോട്ട് പോവുകയാണ്. എന്താ പറയുക, വണ്ടിയാണെങ്കിൽ ഒട്ടും വലിക്കുന്നില്ല കേട്ടോ. CNG ആയതുകൊണ്ട് കയറ്റമാണ്, ഭയങ്കര കയറ്റമാണ്. ഇനി എയർപിൻ ചുരമൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് പെട്രോളിലിട്ട് ഓടാനേ പറ്റത്തുള്ളൂ കേട്ടോ. CNGയിലൊട്ടും വലിക്കത്തില്ല. ഉള്ളൊരു വലിയ പാടാണ്, വണ്ടിയാണെന്ന് ലോഡുണ്ട്. അപ്പം ഞാൻ എവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ കുറേ അടിപൊളി വിശേഷങ്ങളൊക്കെ നാളെ കാണാം, നാളത്തെ വീഡിയോയിൽ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ നമുക്ക് സംസാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരു വർക്കുമായിട്ട് വന്നതല്ലേ. അപ്പം ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ വെക്കത്തേ ഉള്ളൂ. അപ്പം തോന്നുന്ന കാഴ്ചകളൊക്കെ അങ്ങനെ കാണുവാണല്ലോ. എനിക്ക് ഇറങ്ങി ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഇറങ്ങി ചെന്ന് എടുക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മൾ ആ ഒരു ഡ്യൂട്ടി ടൈമിൽ ഒന്നും പറ്റത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. പൂതപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. അപ്പം ഇങ്ങനെ വളഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇടവിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കാടും കാര്യങ്ങളൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് വീടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വീടൊന്നും ഇല്ലാതാവും. ഇങ്ങനെ പോകും. അടിപൊളിയാണ് കേട്ടോ, നൈസ് വൈബാണ്. ചെറിയ രീതിയിൽ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സീസൺ ആണല്ലോ. അപ്പം സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ആയിരിക്കും. എന്താ പറയുക, തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ. അതുപോലെ തന്നെ റൂമൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. റൂമൊക്കെ ഈ സീസൺ ടൈമിൽ റൂമിനൊക്കെ നല്ല റേറ്റാണ്. ഓഫ് സീസണൊക്കെ ആണെങ്കിൽ നമുക്ക് വില പേശാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ഈ സീസൺ ടൈമിൽ ഒരു 5 പൈസ അതിന് കുറയ്ക്കത്തുമില്ല. അതിന് സാധാരണ ഓൺലൈനെക്കാട്ടി 10-20 രൂപ 300 രൂപ കൂട്ടിയും മേടിക്കും. നമ്മൾ ഈ രാത്രിയിലൊക്കെ ചെന്ന് ജോലിയൊക്കെ ചെയ്യും. വലിക്കുന്നില്ല. ഫസ്റ്റ് ഗിയറിൽ മാത്രമേ വണ്ടി കയറുന്നുള്ളൂ കേട്ടോ. CNGയിലാണ് ഓടുന്നത്. നമ്മുടെ വണ്ടി CNG ഉണ്ട്, പെട്രോളും ഉണ്ട്. അപ്പം സ്റ്റാർട്ടിങ്ങിന് പെട്രോളിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി ഒരു മൂവ് ചെയ്യുന്നതിന് പെട്രോളിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ CNGയിലോട്ട് ഓട്ടോമാറ്റിക് കൺവേർട്ടായി മാറും. പിന്നെ നമുക്കിതുപോലെ ഹൈ റേഞ്ച് ഭയങ്കര കയറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ സ്വിച്ച് ഉണ്ട് കേട്ടോ. CNG കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ പെട്രോളിലോട്ട് ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം വണ്ടി പെട്രോളിലോട്ട് ഓടും. പെട്രോൾ ഓടുമ്പോൾ കുറച്ചുകൂടെ പുള്ളിങ് കിട്ടും. CNGയിൽ ഒട്ടും പുള്ളിങ് ഇല്ല, വലിയൊന്നുമില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് റോഡൊക്കെ ഒന്ന് കാണാം. കയറ്റമാണ്, ഇത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കയറ്റമാണ്, വീഡിയോക്കകത്ത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചെറിയ കയറ്റമാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗോപ്രോ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ഒന്നും കാണാനൊന്നും പറ്റത്തില്ല.
നല്ല ഇരുട്ടായിട്ടിരിക്കും. പക്ഷേ അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. ഞാൻ ഹൈ ബീമിലാണ് ഇട്ടിരിക്കുന്നത് ലൈറ്റ്. എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഗോപ്രോയിലായതുകൊണ്ട് അത്ര ക്ലിയർ ആയിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം കാല് കൊടുത്തും കയറുവാണ്. നമ്മൾ പെയ്യെ വരുന്നെങ്കിൽ വലിഞ്ഞ് കയറത്തില്ല. അത്യാവശ്യം കാല് കൊടുത്ത് കയറി കഴിഞ്ഞാൽ കയറി അങ്ങ് പോയിക്കോളും. നല്ല കാടാണ് കേട്ടോ. പകലായിരുന്നെങ്കിൽ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ കയറി വന്നപ്പോൾ രാത്രിയായി പോയി. പക്ഷെ നമുക്ക് അവിടുത്തെ പരിപാടി കഴിഞ്ഞാലേ ഇങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളേ. അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പം ലേറ്റായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. വലിക്കുന്നില്ല. നമ്മുടെ ഈ വണ്ടിയുടെ ക്ലച്ച് പെട്ടെന്ന് പോവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് വലിവ് കുറവാണ്ട് ക്ലച്ച് താങ്ങിയിട്ടാണ് എല്ലാവരും എടുക്കല്. അങ്ങനെ എടുക്കുമ്പോൾ ക്ലച്ച് പെട്ടെന്ന് പോകും. ക്ലച്ച് താങ്ങി നല്ല റേസ് ചെയ്യാതെ ഈ വണ്ടി കയറി പോകത്തില്ല. ഹെയർപിൻ വളവ് 4ാമത്തെ കേട്ടോ നമ്മൾ വളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കിടിലം വളവായിരിക്കും. നമുക്ക് ഫസ്റ്റിലിട്ടേ കയറാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്. നമ്മളാ വരുന്ന ഫ്ലോയിൽ അങ്ങ് കയറിക്കണം, അല്ലെങ്കിൽ പുറ്റ്. വരുന്ന ഫ്ലോയിൽ കയറിയതാ. നിർത്തി കഴിഞ്ഞാൽ തീർന്നു. ഹെയർപിൻ വളവ് 5 ആണ്. നമ്മൾ ഫുഡ് കഴിച്ചില്ല കേട്ടോ. നല്ലൊരു തട്ടുകടോ എല്ലാം കാണുവാണെങ്കിൽ കയറി കഴിക്കണം. കാറ്റോട് മേഘം പിന്നാണ് ഫസ്റ്റ്.